ഹലോ, നമുക്കിന്ന് നാടൻ വറുത്തരച്ചൊരു ബോട്ടിക്കറി റെഡിയാക്കിയാലോ? ജോബ് ഞങ്ങളുടെ മമ്മിക്കും അനിയനും വീട്ടിലെല്ലാവർക്കും പനിയാണ്. അപ്പോൾ വായിക്കൊരു രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു നമുക്ക് ബോട്ടിക്കറി വറുത്തരച്ച് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ സെറ്റാക്കി തരാം മമ്മി എന്ന് പറഞ്ഞിട്ട് ഞാനാണിന്ന് ബോട്ടിക്കറി വെക്കുന്നത്. അങ്ങനെ ബോട്ടി നന്നായിട്ട് ക്ലീനാക്കി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് നമ്മൾ വിസിലടിക്കാൻ വെക്കുകയാണ്. ഏകദേശം ഒരു 6 വിസിൽ വേണ്ടി വന്നു കേട്ടോ. 3 വിസിൽ സെറ്റാന്ന് വിചാരിച്ചെങ്കിൽ 6 വിസിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്ന് നന്നായിട്ട് കുഴച്ചിട്ട് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, കാരണം ഇതിൽ വെള്ളം ഇറങ്ങി വരും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ വിസിലടിപ്പിക്കാൻ വേണ്ടി വെന്ത് വരാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്ക് എന്താ മറ്റൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ്. വറുത്തരച്ചാണല്ലോ നമ്മൾ വെക്കുന്നത്. ഇപ്പോഴും നമ്മൾ റോസ്റ്റെല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്താ ചാറ് പോലെ ഉണ്ടാക്കണം, അതാണ് ടേസ്റ്റ് കൂടുതൽ, വായിക്ക് രുചി വരാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമ്മളിത് അരച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ജോബി ചേട്ടൻ പറഞ്ഞു നമുക്കിത് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൾ ഫാഷൻ ഫ്രൂട്ട് പൊടിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി തരാണ്. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ആൾ എനിക്കിങ്ങനെ ഒരുപാട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെ ഫാഷൻ ഫ്രൂട്ട് അടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വിസിലടി തുടങ്ങിയിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി വെന്തിട്ടില്ല എന്ന്. അങ്ങനെ ഒരു 6 വിസിലോട് കൂടി സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വെള്ളം അങ്ങനെ വറ്റിച്ചെടുത്തില്ല കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഇത് അരപ്പും കൂടി ചേർത്ത് അതുപോലെ കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ട് വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.